തനിസ്തോരവിത്തും വിധത്തെ മനസ്സന്തബേൽ ധാരധാരാതവർക്കാലം എന്ന് പറയും. ഈ ലഗ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ അറിയണമെന്നില്ല. ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പേഴ്സണാലിറ്റി പേഴ്സൺസ് നാച്ചുറൽ എന്ന് പറയുന്നത് ലഗ്നം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ലഗ്നാധിപതിയായ ഗ്രഹം ലഗ്നത്തെ കൊണ്ട് പറയുന്ന ചില ഫലങ്ങൾ എല്ലാം കിട്ടണമെന്നില്ല. ആ രാശ്യാധിപതിയായ ബുധന് ബലമില്ല, നമുക്കിത് പറയാൻ പറ്റില്ല. ലഗ്നത്തിൽ തന്നെ സൂര്യൻ നിൽക്കുന്ന ആൾക്കാർ വടി ഊന്ന് നടക്കേണ്ട അവസ്ഥ ഉണ്ടാവാം. ഈ എന്താണ് ബ്ലൈൻഡായിട്ടത് പറയുന്നത് ശരിയല്ല. കുതിരയുടെ കാല് മാത്രം കണ്ടിട്ട് കുതിരയാണോ കഴുതയാണോ എന്ന് പറയാൻ പറ്റില്ല എന്ന്. നമസ്കാരം. ജന്മനക്ഷത്രം ഒരാളുടെ സ്വഭാവത്തെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? അതായത് നക്ഷത്രം ഞാൻ പറഞ്ഞല്ലോ, നക്ഷത്രം മാത്രമല്ല, ഒരാളുടെ ലഗ്നമാണ് ഒരാളുടെ സ്വഭാവത്തെ കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം. അത് പക്ഷേ നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ലഗ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ അറിയണമെന്നില്ല എന്താണ് ലഗ്നം എന്ന്. എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു ഡേറ്റ എന്ന് പറയുന്നത് നക്ഷത്രമാണ്. അതാണ് എൻ്റെ എല്ലാം എന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. പക്ഷേ അതല്ല, അത് ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചന്ദ്രൻ എന്ന് വെച്ചാൽ മനസ്സിൻ്റെ കാരകത്വമുള്ള ഗ്രഹമാണ്. അതേസമയം നമ്മുടെ പേഴ്സണാലിറ്റി പേഴ്സൺസ് നാച്ചുറൽ എന്ന് പറയുന്നത് ലഗ്നം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ രണ്ട് ഘടകങ്ങൾ ഇപ്പം ലഗ്നം പോലെ തന്നെ അതിലൊരു 50% അല്ലെങ്കിൽ 75% ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ നക്ഷത്രം അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയും എന്ന് പറയാൻ പറ്റും. ഇത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ബാക്കിയുള്ള പ്ലാനറ്ററി പൊസിഷനും കൂടെ മനസ്സിലാവണം. ഇപ്പം ലഗ്നാധിപതിയായ ഗ്രഹം ബലം ഇല്ലാത്തതാണ് എങ്കിൽ ആ ലഗ്നത്തെ കൊണ്ട് പറയുന്ന ചില ഫലങ്ങൾ എല്ലാം കിട്ടണമെന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മിഥുനം ജന്മരാശിക്കൂറുകാർ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ്. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ആൾക്കാരാണ്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ്. സംഗീതാദി കലകളിൽ താല്പര്യമുള്ളവരാണ്. നല്ല ഭക്ഷണശീലമുള്ളവരാണ്. അതുപോലെ തന്നെ അതായത് ഓരോരുത്തരെ ഇങ്ങനെ ഇന്ന ആൾ വലുത് അങ്ങനെ ചെറുത് അങ്ങനെയൊന്നും ചിന്തിക്കില്ല. എല്ലാവരോടും ഒരു സമഭാവനയോടെ പെരുമാറാൻ കഴിയുന്നവരാണ്. അതിനകത്ത് ജന്മരാശിക്കൂറ് അവിടെ ആയിരുന്നു. നല്ല ലഗ്നം നിന്നാലും ഈ ഫലം പറയാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ സെയിം ടൈം ആ രാശ്യാധിപതിയായ ബുധന് ബലമില്ല എന്നുണ്ടെങ്കിൽ അതിന് നീചഭാഗം കൊടുക്കേണ്ട കണ്ടീഷൻസ് ഒന്നും അവിടെ വന്നിട്ടില്ല എങ്കിൽ നമുക്കിത് പറയാൻ പറ്റില്ല. മനസ്സിലാവണം. ഇത് ഈ പറയുന്ന കാര്യം പൂർണ്ണമായിട്ട് ശരിയായിട്ട് വരത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് നെഗറ്റീവ്. ഇപ്പോൾ പിന്നെ ലഗ്നത്തിൽ തന്നെ സൂര്യൻ നിൽക്കുന്ന ആൾക്കാർ പറയും തനിസ്തോരവിത്തും വിധത്തെ മനസ്സന്തബേൽ ധാരധാരാതവർക്കാലം എന്ന് പറയും. അതായത് മനസ്സ് സന്തപിച്ചുകൊണ്ടേയിരിക്കും. ഭാര്യയും സന്താനങ്ങളെക്കുറിച്ച് ആലോചിച്ച് ലഗ്നത്തിൽ തന്നെ സൂര്യൻ വന്ന് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ പറയും. പക്ഷേ അവിടെ സൂര്യൻ ബലവാനായിട്ടോ ഉച്ചനായിട്ടോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. മനസ്സിലാവാം. അതായത് വടിയൂന്ന് അവിടെ വടിയൂന്ന് സൂര്യൻ ലഗ്നത്തിൽ തന്നെ വടിയൂന്ന് നടക്കേണ്ട അവസ്ഥ ഉണ്ടാവാം എന്നും പറയാം. അതേസമയം അധികാരത്തിൻ്റെ ചിഹ്നങ്ങൾ ഉണ്ടാവാം എന്നും പറയാം. അത് ആ ഗ്രഹത്തിൻ്റെ ബലാബലം നോക്കിയിട്ടാണ് നമുക്ക് ആ രണ്ട് ബലം. ഒരു നെഗറ്റീവായിട്ടുള്ള ഫലവും ആ ഗ്രഹത്തിൻ്റെ ബലം കൊണ്ട് പറയാം, പിന്നെ പോസിറ്റീവായിട്ടുള്ള ഫലവും. അപ്പം നമ്മൾ എന്താണ് ബ്ലൈൻഡായിട്ടത് പറയുന്നത് ശരിയല്ല. പക്ഷേ നമുക്ക് ജനറൽ പ്രഡിക്ഷൻ പറയുമ്പോൾ ബ്ലൈൻഡായിട്ട് പറയാനേ നിർവാഹമുള്ളൂ. ജനറൽ പ്രഡിക്ഷൻസ് പറയും. അതായത് ഇപ്പം ഞാനിപ്പോൾ മേടം രാശിയിൽ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം അടങ്ങിയ 2 നക്ഷത്രക്കാരുടെ വ്യാഴമാറ്റത്തെയോ ശനിമാറ്റത്തെയോ കുറിച്ച് സംസാരിക്കുകയാണെന്ന് വയ്ക്കുക. അത് ബ്ലൈൻഡായിട്ട് പറയുന്ന പ്രഡിക്ഷനാണ്. കാരണം അവർ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ഹൊറോസ്കോപ്പ് ഡിഫറെൻറ്റ് ഹൊറോസ്കോപ്പ് ഡിഫറെൻറ്റ് പ്ലാനറ്ററി പൊസിഷൻ ഡിഫറെൻറ്റ് ജനറ്റിക് ഇൻഫ്ലുവൻസ് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് ഇതൊന്നും അറിയാതെ ബ്ലൈൻഡായിട്ട് അങ്ങ് പ്രഡിക്ഷൻ കൊടുക്കുകയാണ്. മനസ്സിലാവണം. അപ്പോൾ അത് ഇതെല്ലാം ഒരു നക്ഷത്ര ഫലം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നുപോലെ ആയിരിക്കില്ല വരുന്നത്. ആ ഹോൾ ആൻഡ് കംപ്ലീറ്റ്, അതായത് പറയില്ലേ കുതിരയുടെ കാല് മാത്രം കണ്ടിട്ട് കുതിരയാണോ കഴുതയാണോ എന്ന് പറയാൻ പറ്റില്ല എന്ന്. അതുപോലെ നക്ഷത്രത്തെ മാത്രം കണ്ടിട്ട് പറയുന്ന ഫലം എന്ന് പറയുന്നത് അത് ഒരു കുതിരയുടെ കാല് മാത്രം കണ്ടിട്ട് പറയുന്ന പ്രഡിക്ഷനാണ്. ഇരട്ട പിള്ളേർ ജനിക്കുകയാണെന്ന് വെച്ചാൽ രണ്ടുപേരും ഏകദേശം ഒരേ സമയമാണ് ഒരേ ദിവസം ആചരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും ലൈഫ് ഡിഫറെന്റ് പാത്തിലൂടെ ഒക്കെ ആയിരിക്കുമല്ലോ പോകുന്നത്. അപ്പൊ അതിന്റെ ബേസിക് എന്താണ്? ഒന്ന് ഡിവിഷണൽ ചാർട്ട്സിൽ അതിനകത്ത് വ്യത്യാസം വരാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ വിസ്മയയുടെ ജാതകത്തിൽ 10ാം ഭാവം വളരെ സ്ട്രോങ് ആണെന്ന് വിചാരിക്കാം. നന്നായിട്ട് കരിയർ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. വിസ്മയം ഒന്നും ചെയ്യുന്നില്ല. പണ്ടത്തെ സ്ത്രീകളുടെ ജാതകത്തിലൊക്കെ ഇതുപോലുള്ള നല്ല നല്ല യോഗങ്ങൾ ഉണ്ടായിരിക്കില്ലേ? പക്ഷെ അവരത് ചെയ്തില്ല. ഇന്നാണെങ്കിലോ അത് ചെയ്യുന്നുണ്ട്.
അല്ലേ? അനുഭവങ്ങളും ഉണ്ട്. പണ്ട് ഒരു 18 വയസ്സാകുമ്പോഴേ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കും. ഇന്ന് അതങ്ങനെയല്ല. പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ അല്ലേ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളൊരു ബോധം കുട്ടികൾക്കുണ്ട്, പാരൻസിനും ഉണ്ട്. അപ്പം അതെന്ന് വെച്ചാൽ ആ ആൾക്കാരുടെ വിദ്യാഭ്യാസം കൊണ്ടും ജീവിത സാഹചര്യങ്ങളും കൊണ്ട് അവർക്ക് അവരുടെ മൂല്യങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും വളരുന്നതനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. അതല്ലാതെ ജാതക ഫലം കൊണ്ട് മാത്രമല്ല. അപ്പോൾ എനിക്ക് 3 പേര്, അതായത് 2 പേരുള്ള 3 പേരുള്ളതിന് എന്താ പറയണേ, അപ്പം അതെ. അപ്പം ആ 3 കുട്ടികളുള്ള അപ്പം അതിനകത്തെന്ന് വെച്ചാൽ എനിക്ക് ഓർക്കുന്നുള്ളൂ ഇപ്പോഴും, അത് കർക്കിടകം രാശിയാണ്. അതിനകത്ത് ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, പിന്നെ അഗ്രികൾച്ചർ റിലേറ്റഡ് ജോബ്സ് ആവാം. ഈ 3 പേര് ഈ 3 ടൈപ്പ് ജോലി പോയവരുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? അത് അവരുടെ എഫർട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹമാണ്. മനസ്സിലാവില്ലേ? അതുപോലെ ഇപ്പം ഈ പിന്നെ ഒരു ന്യൂസിൽ വന്നിട്ടുള്ള 2 ഇരട്ട കുട്ടികളെ 2 പേരായിട്ടാണ് ദത്തെടുത്തത്. അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, അറിയാമോ? അങ്ങനെ ന്യൂസിലൊക്കെ വന്നിട്ടുള്ളൊരു വിഷയമാണ്. 2 പേരും 2 എൻവയോൺമെൻറ്റിലാണ് ജീവിച്ചത്. അപ്പോൾ 2 പേർക്ക് 2 ടൈപ്പ്, ഒരാൾ ഒത്തിരി എക്സ്ട്രോവർട്ട്, ഒരാൾ ഒരുപാട് ഇൻട്രോവർട്ടുമാണ്. അതെന്തുകൊണ്ടായിരിക്കും? അവരുടെ ആ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. എന്നാൽ കാഴ്ചയിൽ ഒരുപോലെയാണ് ഇരിക്കുന്നത്, ബയോളജിക്കൽ ഫാക്ടേഴ്സാണ്. കുറേ അല്ലല്ല, പറ്റത്തില്ല. സാഹചര്യം കൂടെ കണക്കിലെടുത്തിട്ടാണ് പറഞ്ഞത്. വ്യത്യസ്തമായ പ്ലാനറ്ററി പൊസിഷൻ, വ്യത്യസ്തമായ എൻവയോൺമെൻറ്റ്. ഇപ്പം ഇവിടെ ജീവിച്ച് വരുന്ന ഒരാൾ ഇപ്പം വിദേശ രാജ്യങ്ങളിൽ കുറേ വർഷങ്ങൾ പോയി നിന്ന് കഴിഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും, നിലപാടുകൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും, മറ്റുള്ളവരോട് പെരുമാറുന്നതിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഒരാൾ ഇപ്പം ഒരു 18 വയസ്സ് കഴിഞ്ഞ് ഒരു പെൺകുട്ടി വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചോദിക്കും, അച്ഛനോടും ചോദിക്കും, കല്യാണമില്ലേ, ഇതുവരെ കല്യാണം കഴിപ്പിച്ചു വിടില്ലേ എന്ന് ചോദിക്കും, ഇല്ലേ? പക്ഷെ വെളിയിൽ അത് നമ്മളെ ഏജോ കാര്യങ്ങളോ അവർ കല്യാണം കഴിച്ചോന്ന് പോലും ചോദിക്കില്ല. പക്ഷെ അത് അവരുടെ വ്യക്തിപരമാണ്. അവിടെ നമ്മൾ അവരുടെ സ്പേസാണ്, നമ്മൾ ആവശ്യമില്ലാതെ അവിടെ ഇടപെടേണ്ടവരല്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അതൊരു കൾച്ചർ ഡിഫറൻസ് ഇല്ലേ? അതെ. നമുക്ക് ജനിക്കുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് നല്ല രീതിക്ക് വരുമെന്നൊക്കെ ഉള്ള ഒരു പൊതുവുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല നക്ഷത്രം ഏതായിരിക്കും? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ നല്ല നക്ഷത്രം എന്ന് പറയാൻ പറ്റില്ല. എല്ലാ നക്ഷത്രക്കാരും ഇപ്പോൾ ഞാൻ ഈ ഫലം പറയുന്ന സമയത്ത്, ഈ ജനറൽ പ്രഡിക്ഷൻസ് പറയുന്ന സമയത്ത് എൻ്റെ താഴെ വന്ന് പലരും കമൻറ്റ് ചെയ്യും, ഈ ഒരു നക്ഷത്രത്തിൽ ജനിക്കാനേ പാടില്ല, പിന്നെ ഒരു ഗുണം ഇല്ലാത്തതാണ്, വെറുതെ തള്ളിമറിക്കുന്ന മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട്, ഇല്ലേ? പക്ഷേ ഇത് ഉൾക്കൊണ്ട് അവർക്ക് ലൈഫിൽ ഒരുപാട് ചേഞ്ച് വരുന്നവരുമുണ്ട്, പോസിറ്റീവായിട്ട് വരുന്നവരുമുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കുന്നത് വെച്ചാൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ്. അത് പിന്നെ ഇതിനകത്ത് നല്ല നക്ഷത്രം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എല്ലാ നക്ഷത്രങ്ങളും നല്ല നക്ഷത്രങ്ങളാണ്. നന്നായിട്ട് കൈകാര്യം ചെയ്താൽ എല്ലാം നല്ല നക്ഷത്രങ്ങളാണ്. പിന്നെ ചില നക്ഷത്രങ്ങൾക്ക് നക്ഷത്രം മാത്രം, ഞാൻ പറഞ്ഞത് ഈ ഹോൾ ആൻഡ് കംപ്ലീറ്റ് നക്ഷത്രം എന്ന് പറയുന്ന ഒരു ഘടകം കൊണ്ട് മാത്രമായില്ല, ബാക്കിയുള്ള പ്ലാനറ്ററി പൊസിഷൻസ് കൂടെയൊക്കെ ശരിയായി വന്നാലേ ആ നക്ഷത്രം ഗുണമുള്ളൂ. നക്ഷത്രം മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലേ, ലഗ്നമാണ് പ്രാധാന്യം ഉണ്ടാവുന്നത്. ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ, ആയില്യം നക്ഷത്രത്തെ പറ്റി കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അവരിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ദൃഷ്ടി വരുന്ന ഭാഗത്ത് നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദോഷമാണ്. അപ്പൊ ഈ ദൃഷ്ടി പതിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ള എരിക്കില്ലേ, അത് അല്ലെങ്കിൽ മുളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെടി വെക്കുക, അപ്പൊ നമുക്ക് ആ ദോഷം വരത്തില്ല. ഇതൊക്കെ സത്യമാണോ? ഒരു പരിധി വരെ സത്യമാണ് കേട്ടോ. ഞാനും അല്ലാന്നൊക്കെ പറയും ലോജിക്കലി, പക്ഷെ ഒരു പരിധി വരെ സത്യമാണത്. അയൽവക്കത്തിന് കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ട്, അത് പൊതുവേ ചിന്തിക്കും. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ എന്നാലും എനിക്കറിയത്തക്ക ചില കേസുകൾ നോക്കുമ്പോൾ പ്രശ്നം വരാറുണ്ട്. അതായത് പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ, നമുക്ക് എന്ത് ടൈപ്പ് നെഗറ്റീവ് ഊർജ്ജവും നമ്മൾ അബ്സോർബ് ചെയ്യാൻ അത് നെഗറ്റീവ് ഊർജ്ജം എന്നല്ല കേട്ടോ പറയുന്നത്, അതൊരു വിധിയാണെന്ന് പറയാൻ പറ്റും. അപ്പം എന്ത് ടൈപ്പ് പ്രോബ്ലം ആയിരുന്നാലും, എന്ത് ടൈപ്പ് ഇപ്പം കണ്ണ് ദോഷം, കമ്പേർ ദോഷം എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ തന്നെ ആണെങ്കിൽ പോലും നമ്മളത് റിസീവ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ പ്രശ്നം വരാറുള്ളൂ. മനസ്സിലാവണോ? അതായത് ചിലരിങ്ങനെ പറയുന്നത്, എവിടെയെങ്കിലും ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ പോയിട്ട്, അവർ നോക്കുന്നതുണ്ടോ, അവരെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് അവരെ മനസ്സിൽ തന്നെ വിചാരിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാനേ പോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ജീവിക്കാനേ പറ്റില്ലല്ലോ.
എനിക്കൊക്കെ ആണെങ്കിൽ കല്യാണങ്ങൾക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും അതായത് നല്ലോണം ഒരുങ്ങിയൊക്കെ പോയിട്ട് വന്നാൽ ഭയങ്കര ക്ഷീണമൊക്കെ തോന്നും. അപ്പൊ അമ്മയാണെങ്കിൽ ഒഴിഞ്ഞിടും ഉപ്പും മുളകൊക്കെ. അപ്പൊ അതൊക്കെ സത്യമാണോ? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രം എന്തെങ്കിലും ഉണ്ടോ? പോസിറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത് സത്യമല്ലേ, അതുപോലെ നെഗറ്റീവ് എനർജി ഉണ്ട്. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ റിസീവ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. പക്ഷേ അതേസമയം നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രശ്നം വരത്തില്ല. അവിടെ അവർ റിസീവ് ചെയ്യത്തില്ല. അത് ഇപ്പോൾ ഒരാളിൻ്റെയും ഇപ്പോൾ ഒരാളൊരു സ്റ്റോറി പറഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് പേര് ഒരുപാട് വിഷയങ്ങൾ പറയും. പക്ഷേ ഇതൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല, ഞാനിങ്ങനെ എടുത്ത് മനസ്സിനകത്ത് വയ്ക്കില്ല. അത് അവർ ആ കൺസൾട്ടേഷൻ കഴിയുന്നതോടുകൂടി എൻ്റെ മനസ്സിൽ നിന്ന് അതങ്ങ് പോവുകയാണ് ചെയ്യണേ. ഇപ്പോൾ ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ പോയാലും ഞാനത് അങ്ങനെ അവിടെ ഇരിക്കുന്ന ആൾക്കാരെയോ അങ്ങനെ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാറുമില്ല. ഇനി ഇവരൊക്കെ നെഗറ്റീവും കൊണ്ടാണല്ലോ വരുന്നത്, ഞാൻ എൻ്റെ ദേഹത്ത് പതിക്കുമല്ലോ, അങ്ങനെ ഞാൻ ചിന്തിക്കില്ല. എനിക്കങ്ങനെ ഒരു പ്രശ്നം വരാറില്ല. കാരണം അത് കൂടുതലും മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം തോന്നുന്നു. റേക്കി ചെയ്യണമെന്നല്ല, നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുകയല്ലേ, ഗ്രൗണ്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് ഊർജ്ജം അതൊക്കെ ബാലൻസ് ആയി അങ്ങ് പോകും. നമ്മളിലോട്ടത് വരത്തില്ല. അത് ഏറ്റവും കൂടുതൽ ദേഷ്യം കാണിക്കുന്ന നക്ഷത്രക്കാരായിരിക്കും. ദേഷ്യം കൂടുതൽ കാണിക്കുന്ന നക്ഷത്രം ഒന്ന് ചിങ്ങൻ രാശിക്കാർ, സിംഹത്തിൻ്റെ രാശിയിൽ. അപ്പോൾ എടുത്ത് നമുക്ക് പറയത്തക്ക ഒരു രാശിയാണ്. മകം പൂര ഉത്രത്തിൻ്റെ കാൽഭാഗം അടങ്ങിയ നക്ഷത്രക്കാർ. അവർക്ക് സൂര്യനാണല്ലോ. സൂര്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണ നൈപുണ്യമുള്ള ആൾക്കാരല്ലേ, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരിക്കും. ഭയങ്കര പങ്ക്ച്വലായിരിക്കും, ഭയങ്കര നീറ്റായിരിക്കും. അതുപോലെ അവർ ഒരുപാട് ഡെപ്ത് ചിന്തകളുള്ളവരായിരിക്കും. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു ടീമിനെ മാനേജ് ചെയ്യുന്ന ഒരാളാണെന്ന് കൂട്ടിക്കോ, പക്ഷേ അവർ ആ ടീമിലുള്ള ആൾക്കാർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കുറിച്ചൊന്നും അവർക്ക് വളരെ ഡെപ്തായിട്ടൊന്നും അറിഞ്ഞുകൂടായിരിക്കും. പക്ഷേ എന്നാലും അവരെ വളരെ പ്രൊഡക്റ്റീവായിട്ട് ആ കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിവുള്ളവരായിരിക്കും. അത് കുറച്ച് വിരട്ടിയിട്ടായാലും കാര്യം അവിടെ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് അവർക്ക് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവർ ദേഷ്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ അനാവശ്യമായി ദേഷ്യപ്പെടുന്ന ആൾക്കാരല്ല, പക്ഷേ ആ പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് അപ്രോച്ചോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചുള്ള ആൾക്കാരാണ് ചിങ്ങം രാശിക്കാർ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ വൃശ്ചികം രാശിക്കാർ. വൃശ്ചികൻ രാശിക്കാരും മേടം രാശിക്കാരും, അതുപോലെ കുംഭം രാശിക്കാർ വരുന്നത്. അപ്പോൾ അതിനകത്ത് അടുത്ത നെക്സ്റ്റ് പറയാൻ പറ്റുന്നത് വൃശ്ചികൻ രാശിക്കാരാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രം അടങ്ങിയ ആൾക്കാർ. അവർക്കെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അവർക്ക് പല ഡ്രോമകൾ ഉണ്ടായിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അവരെ ദേഷ്യത്തിൻ്റെ എന്ന് വെച്ചാൽ അവർക്ക് തന്നെ ഏതെങ്കിലും അതിനകത്ത് എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, അതിനകത്തൊരു കുറേ മെജോറിറ്റി ആൾക്കാരെ പറയാൻ പറ്റും. ആണല്ലേ? മെജോറിറ്റി ആൾക്കാരെ നോക്കുമ്പോഴത്തേക്കും അവരുടെ ബാല്യകാല ആഘാതങ്ങൾ അവർക്ക് ഒരുപാടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അച്ഛനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയല്ലാതെ വരും. ചില ആൾക്കാർക്കെന്ന് പറയുന്നത് അമ്മ ഒരുപാട് അറ്റൻഷൻ തരുന്നില്ല, അമ്മ ഒരുപാട് സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതിയുള്ള ആൾക്കാരായിരിക്കും. സിബ്ലിങ്സിനെ ആയിരിക്കും കൂടുതൽ സ്നേഹിക്കുന്നത്, അമ്മ കൂടുതൽ അറ്റൻഷൻ തരുന്നില്ല എന്നുള്ളത്. അങ്ങനെ പറയുന്ന ആൾക്കാരുടെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇന്നർ ചൈൽഡ് പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ്. അവർ അമ്മയുടെ ഉദരത്തിൽ കിടന്ന സമയത്ത് അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ എവിടെയോ വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ട് അതുകൊണ്ട് തന്നെ അവരെന്താണെന്ന് വെച്ചാൽ അവരെ കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. എന്നുവെച്ചാൽ എനിക്ക് വന്നൊരവസ്ഥ കുട്ടിയൊക്കെ വരരുതെന്ന് ഭയങ്കര നിർബന്ധമുള്ള ആൾക്കാരാണ്. അവർ എല്ലാവരെ ജോലി തന്നെ ഉപേക്ഷിച്ചിട്ട് കുട്ടിയൊക്കെ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരെ എനിക്കറിയാം, അവർ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ ലീവ് എടുത്ത് കുട്ടികളുടെ പരീക്ഷയുടെ സമയത്തൊക്കെ ലീവ് എടുത്ത് കുട്ടികളെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചു, അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്ന കുട്ടികളെ ഒരിക്കലും വീണ് പോരുതെന്നുള്ള അതിയായ. പക്ഷെ ആ കുട്ടിയൊക്കെ അവർക്ക് തോന്നുന്നത് ഈ അമ്മയോ അച്ഛനോ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ ഇവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങളോടുള്ള അമിതമായ വാത്സല്യം കൊണ്ടോ സ്നേഹം കൊണ്ടോ സുരക്ഷിതത്വ ബോധം കൊണ്ടോ അവരങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം നോർമൽ അപ്പം ചിലർക്ക് എല്ലാവരും അങ്ങനെയല്ല കുട്ടികളെ പഠിത്തത്തിന്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഞാൻ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോളെ ഞാൻ എഴുതി പോലും പഠിപ്പിച്ചിട്ടില്ല. അവൾ പഠിക്കാൻ ഇപ്പം അവളിപ്പോൾ +1 ആയി. ഇപ്പം എൻ്റെ അടുത്ത് മോള് ആദ്യം പറഞ്ഞു ബയോ മാത്സ് എടുക്കാമെന്ന്. ഓക്കെ, ബയോ മാത്സ് എങ്കിൽ ബയോ മാത്സ്. കുറച്ച് കഴിഞ്ഞ് ബയോ സൈക്കോളജി എടുക്കാം. ഓക്കെ, ബയോ സൈക്കോളജി എങ്കിൽ ബയോ സൈക്കോളജി. എനിക്കതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അവൾക്ക് എന്താവണം ഒക്കെ അതാവാം, ഞാൻ മനസ്സിലായോ? അപ്പം ഞാനങ്ങനെ ഒന്നിനും പ്രഷറൈസ് ചെയ്തു. പക്ഷേ ഈ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ കുട്ടികളെ പ്രഷറൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രഷറൈസ് ചെയ്യുമെന്ന് വെച്ചാൽ അവർ സ്നേഹം കൊണ്ട് പ്രഷറൈസ് ചെയ്യും എന്നുള്ളത്, അവരുടെ ഇന്നർ ചൈൽഡ് പ്രോബ്ലം കൊണ്ട്. അതുകൊണ്ട് തന്നെ അവർ എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ ശ്രമിക്കും.
ഭയങ്കരമായിട്ട് അവർ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ സേഫ് അല്ല എന്നുള്ളൊരു ബോധം എവിടെയും കിടപ്പുണ്ടല്ലോ. അതുകൊണ്ട് അവർ ഓവറായിട്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുക. അത് മറ്റുള്ളവർക്ക് തോന്നുന്ന അവരുടെ ദേഷ്യമാണ്, എടുത്തുചാട്ടാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു ട്രോമ കാരണം അവർ ചിലപ്പം ഇങ്ങനെയൊക്കെയുള്ള രീതികൾ കാണിച്ചു തന്നിരിക്കാം. പിന്നെ മാത്രമല്ല, ആ രാശിയാധിപതി ചൊവ്വയായതുകൊണ്ടും, ചൊവ്വ എന്നുണ്ടെങ്കിൽ ക്യുക്കായിട്ട് റെസ്പോൺസ് കൊടുക്കുക, ക്യുക്കായിട്ട് ആക്ഷൻ എടുക്കുക, അങ്ങനെയുള്ള ഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്യുക്കായിട്ടുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും. വെളിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നും അവർ ഭയങ്കര ദേഷ്യക്കാരാണ്, ഭയങ്കര വാശിക്കാരാണ്, അവരോട് അടുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ തോന്നും. പക്ഷേ അവർ ഭയങ്കര സോഫ്റ്റ് പേഴ്സണാലിറ്റികളാണ്. കാരണം അവർ ഭയങ്കര മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. നല്ല കൗൺസിലറാണ്, നന്നായിട്ട് കൗൺസിൽ ചെയ്യാൻ പറ്റും, നന്നായിട്ട് കേൾക്കും കാര്യങ്ങൾ. അങ്ങനെ ഒരു മനസ്സുള്ള ആൾക്കാരാണ്. അതിനകത്ത് പ്ലസ് മൈനസും ഉണ്ട്. അതിനകത്ത് കുറച്ച് ദേഷ്യം എടുത്തുചാട്ടം എന്ന് വെളിയിൽ നിൽക്കുന്ന ഒരാളിന് തോന്നും. പക്ഷെ അത് മറ്റുള്ളവർ തോന്നുമല്ലോ എന്നുള്ള ബോധം അവർക്കുണ്ടാവില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അടുത്തെന്ന് വെച്ചാൽ കുംഭം ജന്മരാശിക്കൂറുകാർ. കുംഭം ജന്മരാശിക്കൂറുകാർക്ക് വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് ദേഷ്യപ്രകൃതം ഉള്ളവരാണ്. കുറച്ച് ഒരു ഫൈനാൻഷ്യൽ സ്ട്രെസ് അവർക്ക് വരാൻ ചാൻസും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവർക്ക് കുറച്ചൊരു അതിനകത്ത് ഹോരയിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഈ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ ചെന്ന് പെടരുത് എന്നുള്ളതാണ്.